ഈ മനോഹരമായ രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധാനം ചേർത്ത് വരുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കാം, ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ പ്രാണപ്രിയൻ്റെ പ്രത്യക്ഷത ഏറ്റവും അടുത്തു വന്നിരിക്കുന്ന ഈ നാളുകളിൽ നമ്മുടെ കർത്താവ് തന്നിട്ടുള്ള കൽപ്പനകളോട് ഏറ്റവും കൃത്യമായിട്ടുള്ള അനുസരണവും വിശ്വസ്തതയും സൂക്ഷിക്കാനുള്ള വലിയ ആവശ്യകതയാണല്ലോ നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒടുവിൽ എന്തുകൊണ്ടാണ് സ്നാനം ഒരു വലിയ കൽപ്പനയായിരിക്കുന്നത് എന്നുള്ളതിൻ്റെ 3 കാരണങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. പുനരുത്ഥാനം ചെയ്ത ദൈവപുത്രനാണ് ഈ കൽപ്പന നൽകിയത് എന്നുള്ളത് അതിൽ തന്നെ ഒരു നിസ്തുല്യമായ കാര്യമായിട്ട് ഇരിക്കുന്നു. രണ്ടാമത്തെ കാരണം, കർത്താവ് നൽകിയ വലിയ നിയോഗത്തിൽ ഉൾപ്പെട്ടതാണ് സ്നാനത്തിൻ്റെ കൽപ്പന എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. മൂന്നാമത്തെ കാരണവും പറഞ്ഞാണ് ഞാൻ ക്ലാസ് അവസാനിപ്പിച്ചത്. അപ്പോസ്തലന്മാർ കൃത്യമായി അനുസരണം കാണിച്ച കൽപ്പനയാണ് സ്നാനം. അതിൽ ഒരു തെളിവ് ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യത്തിൽ 3000 പേര് കർത്താവിനെ കൈക്കൊണ്ട് സ്നാനജലത്തിൽ സാക്ഷിച്ചു എന്നുള്ളതായ ചരിത്രത്തോടു കൂടിയാണ് ക്രിസ്തീയ സഭയുടെ സ്നാനത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഓർക്കേണ്ടിയ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, കർത്താവിനെ ക്രൂശിച്ച് 2 മാസം പോലും പിന്നിടുന്നതിന് മുമ്പ് ഈ ക്രിസ്തുവിന് വേണ്ടി വലിയൊരു കൂട്ടം യെരുശലേമിൽ തന്നെ സാക്ഷ്യം വഹിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അവരെ ധൈര്യത്തോടു കൂടി സ്നാനപ്പെടുത്തുന്നതിൽ അപ്പോസ്തലന്മാർ സൂക്ഷിച്ച ശുഷ്കാന്തിയും കർത്താവ് നൽകിയ കൽപ്പനയോട് കാണിച്ചതായ വിശ്വസ്തതയും വളരെ മനോഹരമായിട്ടുള്ള മാതൃകയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഒരുപക്ഷെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്നാനത്തിൻ്റെ ചരിത്രം ഒരു കൊച്ചു വാചകത്തിലുള്ള ചരിത്രമാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ സ്നാനം 9-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. വാക്യം വായിക്കണമെന്ന് നിർബന്ധമില്ല. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് കർത്താവിനെ കണ്ടെത്തിക്കഴിഞ്ഞ ശേഷം സ്നാനത്തിനുള്ള ആവശ്യകത ബോധ്യപ്പെടുവാൻ ഇടയായിട്ട് തീർന്നപ്പോൾ കർത്താവിനെ സ്നാനജലത്തിൽ സാക്ഷിച്ചു എന്നുള്ളത് ദൈവാത്മാവ് അവിടെ എടുത്ത് പറയുകയാണ്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായിട്ട് ഏറ്റവും അധികം ആളുകൾ അനുഗമിക്കുവാൻ ആഗ്രഹിച്ചിട്ടുള്ളത് അപ്പോസ്തലനായ പൗലോസിനെയാണ്. അതിനുള്ള ആഹ്വാനം നമ്മൾ കൊരിന്ഥ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ. അപ്പോൾ ഒരാൾ സ്നാനപ്പെടുമ്പോൾ, ഇപ്പോൾ 3 കുഞ്ഞുങ്ങളിവിടെ സ്നാനപ്പെടാനായിട്ട് തീരുമാനമെടുത്ത് അവർ സ്നാനപ്പെടുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഏതൊരു കൽപ്പന അനുസരിക്കുവാൻ ഇടയായിട്ട് തീർന്നോ അതേ കൽപ്പനയുടെ അനുസരണത്തിലേക്കാണ് വരുന്നത് എന്നുള്ളത് അതിൽ തന്നെ എത്രയോ മഹത്തരമായിട്ടുള്ളതായൊരു കാര്യമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ഓർത്ത് പ്രചോദനം ഉൾക്കൊള്ളാറുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ധൈര്യപൂർവ്വം ചെയ്തതായ ഈ കാര്യം അനുസരിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് അതിൽ തന്നെ അതിമനോഹരമായ കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വലിയ കൽപ്പനയുടെ മഹത്വം ഉൾക്കൊണ്ട് നമ്മുടെ തലമുറയിൽ അത് ആചരിക്കാനും അത് ആവോളം ശുഷ്കാന്തിയോടുകൂടി പഠിപ്പിക്കാനുമുള്ളതായ വലിയ ഉത്തരവാദിത്വം ഈ നാടുകളിൽ നിർവഹിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സ്നാനത്തിൻ്റെ കൽപ്പനയുടെ മഹത്വം, അതിൻ്റെ ചില വിശദാംശങ്ങൾ ഞാൻ ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്.
കൽപ്പനയെ സംബന്ധിക്കുന്ന പല കാര്യങ്ങൾ ഈ ക്ലാസ് തുടങ്ങിയത് മുതൽ ഞാൻ ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു. എന്നാൽ ഈ കൽപ്പന കർത്താവ് കൊടുക്കുമ്പോഴും വേറിട്ടൊരു മഹത്വം ഈ കൽപ്പനയ്ക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മഹത്വത്തിൽ ഒരു 6 കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ് തീർക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലാണല്ലോ നമ്മുടെ കർത്താവ് നൽകുന്ന മഹാനിയോഗവും അതിൻ്റെ പശ്ചാത്തലവും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. മഹാനിയോഗത്തെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഓർക്കാറുമുണ്ട്. അപ്പോൾ അവിടെയെല്ലാം അതിൽ ഉൾപ്പെട്ട സ്നാനം എന്ന നിലയിൽ പൊതുവെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളും ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായ കാര്യം നമുക്ക് ഓർക്കാം. അതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ ഈ കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചത്. ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കൽപ്പന കർത്താവ് ശിഷ്യന്മാരെ വിളിച്ച് വരുത്തി കൈമാറിയതാണ്. ഒന്നുകൂടി പറയട്ടെ, ഈ കൽപ്പന കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് വരുത്തി കൈമാറിയതാണ്. 16-ാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. ഒരു കൊച്ചു വാക്യമാണ്, നമുക്കൊന്ന് വായിക്കാം ആ വാക്യം. പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ കർത്താവ് ഈ മഹാനിയോഗവും അതിലുൾപ്പെട്ട സ്നാനത്തിൻ്റെ കൽപ്പനയും കൈമാറുമ്പോൾ നമ്മുടെ കർത്താവ് ആർക്കിത് കൈമാറുന്നുവോ അവരോട് ഈ കൽപ്പന ഏറ്റുവാങ്ങത്തക്കവണ്ണം ഒരു മലയിലേക്ക് വരാൻ കൽപ്പിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അത് വായിക്കുമ്പോൾ ഒരു ചെറിയ കാര്യം പോലെ തോന്നും. അപ്പോൾ ഈ 11 ശിഷ്യന്മാരോട് കർത്താവ് ഈ മലയിലേക്ക് വരാനായിട്ട് കൽപ്പിച്ചു. അവിടെ വെച്ചാണ് ഈ കൽപ്പന തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറിയത് എന്നുള്ളതായ കാര്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓർപ്പിക്കട്ടെ, കർത്താവ് കൊടുക്കുന്ന ഈ മഹാനിയോഗം എന്തോരം പ്രധാനപ്പെട്ടതാണ്. മഹാനിയോഗത്തിന് ഗ്രേറ്റ് കമ്മീഷൻ എന്നാണ് നാം ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ അത് ക്രിസ്തീയ നിയോഗത്തിൻ്റെ ആകത്തുകയാണ്. അപ്പോൾ ഈ കൽപ്പന ശിഷ്യന്മാർക്ക് കൈമാറി കൊടുക്കേണ്ടതിനു വേണ്ടി 11 പേരോട് കർത്താവ് ഈ മലയിലേക്ക് വരാനായിട്ട് പറഞ്ഞു. ഇവിടെ ഒരു വലിയ ആത്മീക സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കൽപ്പന, ഈ മലയിലേക്ക് വരാനുള്ള കൽപ്പന അവരിൽ ആരെങ്കിലും ഒരാൾ അനുസരിച്ചില്ല എന്ന് വിചാരിക്കുക. ഇവരെല്ലാവരും അനുസരിച്ചു കേട്ടോ, എന്നാൽ ഞാൻ സാങ്കല്പികമായിട്ടത് പറയുകയാണ്. ഒരാൾ അനുസരിച്ചില്ലെങ്കിൽ ആ വ്യക്തിക്ക് വരുന്ന നഷ്ടം എത്രയോ വലിയ നഷ്ടമായിരിക്കും. ഇത് നമ്മുടെ കർത്താവിൻ്റെ വായിൽ നിന്ന് തന്നെ ഏറ്റെടുക്കാനുള്ള ആ വലിയ അസുലഭമായ സന്ദർഭം അങ്ങനെ ആ അനുസരണക്കേട് കാണിക്കുന്നവർക്ക് നഷ്ടമായിട്ട് തീരുകയായിരിക്കും. ഇവിടെ ഞാനൊരു കാര്യം ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ കർത്താവ് നമ്മോട് കൽപ്പിക്കണമെങ്കിൽ, വലിയ വലിയ കാര്യങ്ങൾ നമ്മോട് കർത്താവ് സംസാരിക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മോട് കർത്താവ് പറഞ്ഞിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിക്കാനായിട്ട് സാധിക്കണം. പൗലോസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം തന്നെക്കുറിച്ച് തന്നെ പറയുന്ന ഒരു അസാധാരണമായ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്.
നമുക്കറിയാവുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണത്. അദ്ദേഹത്തിന് വെളിപ്പാടുകളുടെ ആധിക്യമുണ്ടായിരുന്നു. കൊരിന്ഥ ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഈ മനുഷ്യന് ഇത്രയും വെളിപ്പാടുകൾ നൽകത്തക്കവണ്ണം ഒരു ഉപകരണമായിട്ട് ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അദ്ദേഹത്തോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് അതുപോലെ അനുസരിക്കും. ദമസ്കോസിൽ വെച്ച് കർത്താവിനെ കർത്താവേ എന്ന് പൗലോസ് വിളിച്ചു. 9-ാം അധ്യായത്തിൽ കർത്താവിനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിലേക്ക് പോകാം. പിന്നെ പറഞ്ഞു, നിന്നോട് പറയാനുള്ളത് എന്ത് ചെയ്തോളാം, അവിടെ പറഞ്ഞോളാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ശൗല് അങ്ങോട്ട് പോയി. അവിടെ അനന്യാസിനെ കർത്താവ് പറഞ്ഞയച്ചു. അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവനോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അതിൽ സ്നാനവും പറഞ്ഞു കാണും. അവൻ കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് ഞാൻ ഈ വാക്യത്തിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ളതായ ഒരു വലിയ പ്രചോദനമുണ്ട്. ഈ പ്രചോദനം പ്രായോഗികമാക്കാനായിട്ടുള്ള ഒരു പ്രാർത്ഥനാപൂർവമായ ശ്രമവും എനിക്കുണ്ട്. പക്ഷെ അത് എന്തോരം വിജയകരമാണെന്ന് ക്രിസ്തുവിനെ ന്യായാസനമേ തെളിയിക്കുകയുള്ളൂ. കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ അനുസരിക്കുക. ബാക്കി കാര്യങ്ങൾ കർത്താവ് പിന്നെ പറയുമ്പോൾ അതനുസരിച്ചാൽ ധാരാളം മതിയാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം കാണുന്നൊരു കാര്യം, ഈ ശിഷ്യന്മാരോട് ഈ മലയിലേക്ക് വരാൻ കൽപ്പിച്ച് അങ്ങനെ വന്നവരോടാണ് കർത്താവ് മഹാനിയോഗം കൈമാറിയത്. അതിൽ സ്നാനത്തെക്കുറിച്ചും കൈമാറാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ കൽപ്പന ഏറ്റെടുക്കാനുള്ളവരെ കർത്താവ് അനുസരണത്തിൻ്റെ പാതയിൽ ഒരുക്കി എന്നുള്ളത് നാം ഇവിടെ കാണുകയാണ്. വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. രണ്ടാമത്തെ പ്രത്യേകത, കർത്താവിൻ്റെ അധികാരം പറഞ്ഞുറപ്പിച്ചിട്ടാണ് സ്നാനത്തിൻ്റെ കൽപ്പന തന്നത്. എഴുതാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയുകയാണ്. കർത്താവിൻ്റെ അധികാരം പറഞ്ഞുറപ്പിച്ചിട്ടാണ് സ്നാനത്തിൻ്റെ കൽപ്പന തന്നത്. 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇതൊക്കെ വളരെ പരിചയമുള്ള വാക്യമായതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോവുക. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പിന്നെ പറയുന്നത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. അപ്പോൾ ഇവിടെ കർത്താവ് 18-ാം വാക്യത്തിൽ കർത്താവിൻ്റെ അധികാരം പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവ് സർവാധികാരിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഈ കൽപ്പന തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിലേക്ക് കൈമാറുമ്പോൾ ഈ കൽപ്പന നൽകുന്നതിന് കർത്താവിനുള്ള അധികാരം പറഞ്ഞുറപ്പിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. നിങ്ങൾ ഈ രണ്ട് കൽപ്പനാഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പ്രത്യേകത ഇങ്ങനെ ഓർക്കാനായിട്ട് സാധിക്കും. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിൽ അവിടെ കർത്താവ്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. അപ്പോൾ പ്രസംഗിക്കാനുള്ള കൽപ്പനയാണ് അവിടെ കർത്താവ് പറഞ്ഞു തുടങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ മത്തായി സുവിശേഷത്തിലെ നിയോഗത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കാൻ പോകാനല്ല പറഞ്ഞത്. അതതിനകത്ത് ഉണ്ടെന്നുള്ളതായ കാര്യം നമുക്കറിയാം. പിന്നെ എന്താ പറഞ്ഞത്? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്ന് പറഞ്ഞാൽ
മത്തായി സുവിശേഷത്തിൽ ഈ നിയോഗം നൽകുമ്പോൾ കർത്താവ് തൻ്റെ അധികാരം പറഞ്ഞ് ഉറപ്പിച്ചിട്ട് പോയി സ്നാനപ്പെടുത്തണം എന്നുള്ളതായ കാര്യം എടുത്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് അതിൽ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളതായൊരു സത്യമാണ്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്? ഞാൻ വിചാരിക്കുന്നത് ഈ സ്നാനം എന്ന കൽപ്പനയോട് അനുസരണം കാണിക്കുവാൻ ഒരാൾ തയ്യാറാകുമ്പോൾ ആ വ്യക്തിയെ തടുക്കാനായിട്ട് മറ്റധികാരമുള്ളവർ ശ്രമിക്കുന്നതിനുള്ളതായ സാധ്യത ഉണ്ട്. കുന്നക്കുരുടിയിലും മറ്റുമൊക്കെ മുൻപ് നടന്നിട്ടുള്ള ചില സ്നാനത്തെക്കുറിച്ചുള്ളതായ എൻ്റെ ബാല്യകാല ഓർമ്മകൾ വളരെ സജീവമായിട്ട് എൻ്റെ മനസ്സിൽ ഉണ്ട്. ഒരാൾ സ്നാനപ്പെടാനായിട്ട് തീരുമാനിച്ച സ്നാനം നടക്കുന്നതിൻ്റെ തലേ രാത്രിയിൽ തൻ്റെ സ്വന്തക്കാരൊക്കെ ചിലർ ചെന്ന് തന്നെ വിളിച്ച് കൊണ്ടുപോയി രഹസ്യമായി ദീർഘമായി സംസാരിച്ച് ഈ കാര്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ആവോളം ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം നല്ല തിറമുള്ള ഒരാളായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ആർക്കും സാധിച്ചില്ല. സ്നാനപ്പെടുത്താൻ കൊണ്ടുപോകുന്ന വഴിയിൽ തന്നെ പിടിച്ചുകൊണ്ടുപോയി സ്നാനം മുടങ്ങിയ ചരിത്രവും നമ്മുടെ ഈ കൊച്ചു ദേശത്തുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതായൊരു കാര്യമാണ്. ഞാനവിടെ ഒരു കാതലായ സത്യം ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അധികാരമുള്ള ചില ആളുകൾ ഉണ്ട്. അതിൽ 1-2 ഉദാഹരണം ഞാൻ പറയാം, ബാക്കിയെല്ലാം നിങ്ങൾ ചേർത്ത് ചിന്തിച്ച് ഉൾക്കൊണ്ടാൽ മതി. മാതാപിതാക്കൾക്ക് മക്കളുടെ മേൽ അധികാരമുണ്ട്. നമ്മൾ കൂടെ ഓർക്കാറുള്ളൊരു വാക്യമാണത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. അടുത്ത 2 വാക്ക് ഓർക്കുന്നുണ്ടോ? അത് ന്യായമല്ലോ. ചില വേർഷനിലൊക്കെ അത് ന്യായമല്ലോ എന്നുള്ളതിൻ്റെ ഒരു ന്യായം വരാറുണ്ട്. അങ്ങനെയുള്ളൊരു ഇംഗ്ലീഷ് വേർഷനിൽ ആ വാക്യം പറഞ്ഞിരിക്കുന്നത്, അത് ന്യായമല്ലോ എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നതായ വാചകം, ഗോഡ് ഹാസ് പുട്ട് ദം അതോറിറ്റി ഓവർ യു എന്ന് പറഞ്ഞാൽ മക്കളോട് പറയാം, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. അത് ന്യായമാണ്. എന്തുകൊണ്ട്? ദൈവം മാതാപിതാക്കളെ നിങ്ങളുടെ മേൽ അധികാരികളാക്കി വച്ചിരിക്കുക. കൂട്ടത്തിലൊരു കുടുംബ പ്രമാണം പറഞ്ഞോട്ടെ, മക്കൾ മാതാപിതാക്കളെ കർത്താവിൽ അനുസരിക്കണം. അതിന് വിട്ടുവീഴ്ച പാടില്ല. കാരണം അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ആ കൽപ്പനയുടെ ന്യായം നമ്മൾ കാണുന്നത് ദൈവം മാതാപിതാക്കളെ മക്കളുടെ മേൽ അധികാരികളാക്കി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുള്ളതായ അനുസരണക്കേട് അത് ദൈവത്തോടുള്ള അനുസരണക്കേടായിട്ടും കൂടെ ഇരിക്കും. കൊലോസ്യർ 3:20 നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർക്കും. എല്ലാ മക്കളും ഓർത്തിരിക്കേണ്ട വാക്യമാണത്. ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ല. അതുകൊണ്ട് മക്കളുടെ അനുസരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. എനിക്ക് അവിടെ വരുമ്പോൾ അത് വിശദീകരിക്കാനൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട്. എങ്കിലും ഈ വിഷയത്തിൽ നമ്മൾ ഒത്തിരി അകന്നു പോകാതിരിക്കാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഒരു മകൻ രക്ഷിക്കപ്പെട്ടു, അവനെ സ്നാനപ്പെടണമെന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ പറയുകയാണ്, ഇപ്പോൾ സ്നാനപ്പെടണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി. അങ്ങനെയൊക്കെ എത്രയോ പേരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ബാല്യകാല ഓർമ്മകൾ മനസ്സിൽ വരികയാണ്. കുന്നക്കുടിയിൽ എനിക്കറിയാവുന്നതായ ഒരു പ്രസംഗകനായ ആൾ സമുദായത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം സ്നാനപ്പെടാനായിട്ട് തീരുമാനിച്ച ആളാണ്. ഇതെൻ്റെ അപ്പച്ചൻ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം
തൻ്റെ അപ്പനോട് പോയി പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെടാൻ പോവുകയാണ്. ഈ അപ്പൻ വളരെ ഉപായിയായിട്ടൊരു ആളായിരുന്നു. അപ്പോൾ അപ്പൻ പറഞ്ഞു, സ്നാനപ്പെടണ്ടെന്ന് പറഞ്ഞില്ല. ഈ അപ്പൻ പറഞ്ഞു, മോനെ, ഇത് നല്ലൊരു കാര്യമാണെങ്കിൽ നീ ഇത്തിരിയോട് വെയിറ്റ് ചെയ്യും, നമുക്ക് എല്ലാവർക്കും കൂടി സ്നാനപ്പെടാം. ആ ഉപായത്തിൽ ആ മനുഷ്യൻ കുടുങ്ങിപ്പോകുവാനിടയായിട്ട് തീർന്നു. പിന്നെ തനിക്ക് ആയുസ്സിൽ സ്നാനപ്പെടാനായിട്ട് സാധിച്ചില്ല. കാരണം അപ്പൻ വെച്ച ആ കണിയിൽ താൻ അകപ്പെട്ട് തൻ്റെ ആയുസ്സിൽ സ്നാനപ്പെടാൻ കഴിയാതെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. ഇതൊക്കെ എൻ്റെ അപ്പച്ചൻ എന്നോട് വളരെ നേരിട്ട് പറഞ്ഞിട്ടുള്ളതായൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, മാതാപിതാക്കൾക്ക് മക്കളുടെ മേൽ അധികാരമുണ്ട്, പക്ഷേ സ്നാനപ്പെടല്ല എന്ന് പറയാനുള്ളതായ അധികാരമില്ല. കാരണം മാതാപിതാക്കൾക്ക് മക്കളുടെ മേൽ അധികാരം കൊടുത്ത കർത്താവ് നൽകിയിട്ടുള്ള കൽപ്പനയാണ് സ്നാനം. അപ്പം അതുകൊണ്ട് അതിൽ തന്നെ എത്രയോ മഹത്തരമാണ് എന്നുള്ളതായ സത്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഇനി വേറൊരു ഉദാഹരണം കൂടി ഞാൻ പറയുകയാണ്. കൊലോസ്യർ 3:18 വാക്യത്തിൽ ഭാര്യമാർക്കുള്ള ഉത്തരവാദിത്വം, കൽപ്പന നമ്മൾ വായിക്കുന്നുണ്ട്. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവിൻ. അപ്പോൾ അവിടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം എന്ന് പറയുമ്പോഴും വളരെ സ്പെസിഫിക്കായിട്ടുള്ള ഒരു സത്യം അവിടെ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നുണ്ട്. എന്താ സത്യം? കർത്താവിൽ ഉചിതമാകും വണ്ണമാണ് കീഴടങ്ങേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഭർത്താവിന് ഭാര്യയുടെ മേൽ അധികാരം ഉണ്ട്, അത് ദൈവം കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ സ്നാനം തടയാനുള്ള അധികാരം ഭർത്താവിന് കൊടുത്തിട്ടില്ല. കാരണം ഭർത്താവിന് ഈ അധികാരം കൊടുത്തിട്ടുള്ള കർത്താവ് സ്നാനപ്പെടാനുള്ള കൽപ്പന നൽകിയിട്ടുണ്ട്. ആ കൽപ്പന നൽകുമ്പോൾ നമ്മുടെ കർത്താവ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി പറഞ്ഞുറപ്പിച്ചിട്ടാണ് ഈ കൽപ്പന നൽകിയിട്ടുള്ളത്. ഈ കാലത്ത് എല്ലാം മോഡേൺ കാലഘട്ടമല്ലേ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ചില സഹോദരന്മാരും ദൈവദാസന്മാരും ഒക്കെ പറയുന്നത്, ഭർത്താവിന് സമ്മതമാണെങ്കിൽ ഭാര്യ സ്നാനപ്പെട്ടാൽ മതി എന്ന ഇളവുകൾ ഇക്കാലത്ത് പലരും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഇതൊരു പുതിയ ചിന്തയായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, സ്നാനം സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ലഭിച്ച കർത്താവ് നൽകിയിട്ടുള്ള കൽപ്പനയാണ് എന്നുള്ളത് കൊണ്ട് ആ കൽപ്പനയുടെ മുമ്പിൽ ഭർത്താവിൻ്റെ അനുവാദമോ വീട്ടുകാരുടെ അനുവാദമോ ഒന്നും നോക്കാതെ ഈ കൽപ്പനയോട് അനുസരണം കാണിച്ചിട്ടുള്ള വീരവനിതകൾ ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ ഉണ്ട്. ഞാനിത് പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലും ആദ്യം സ്നാനപ്പെട്ടത് എൻ്റെ പിതാവിൻ്റെ ഒരു സഹോദരിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്നാനപ്പെടുമ്പോൾ വീട്ടിൽ ആരും അതിന് അനുകൂലമുണ്ടായിരുന്നില്ല, ഭർത്താവ് ഉൾപ്പെടെ അനുകൂലമുണ്ടായിരുന്നില്ല. പക്ഷേ വളരെ ധൈര്യത്തോടെ സ്നാനപ്പെടാനിടയായിട്ട് തീർന്നു. പിൽക്കാലത്ത് എത്രയോ കുടുംബങ്ങൾ ആ മനോഹരമായ അനുസരണത്തിൻ്റെ മാതൃകയിൽ സ്നാനപ്പെടാനും കൃപയിൽ മുമ്പോട്ട് വരുവാനും ഇടയായിട്ട് തീർന്നു എന്നുള്ളത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും കൂടെ ഒരു ചരിത്രമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് ഈ കൽപ്പന കൈമാറുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ അധികാരവും പറഞ്ഞ് ഉറപ്പിച്ചിട്ടാണ് ഈ കൽപ്പന കൈമാറിയത് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. മൂന്നാമത്തെ പ്രത്യേകത,
സ്നാനം ആരുടെ നാമത്തിൽ ആയിരിക്കണമെന്നും കൽപ്പനയിൽ ഉണ്ടായിരുന്നു. ഒന്നുകൂടി പറയുന്നു, സ്നാനം ആരുടെ നാമത്തിൽ ആയിരിക്കണമെന്നും കൽപ്പനയിൽ ഉണ്ടായിരുന്നു. ഈ കർത്താവ് ഈ കൽപ്പന തന്നപ്പോൾ ഇത്രയും ക്ലിയറായി പറഞ്ഞത് എത്രയോ നന്നായി. ഇത്രയും ക്ലിയറായി പറഞ്ഞിട്ടും ഇപ്പോൾ തൃത്വത്തിലെ 2 നാമം മാറ്റി യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുന്നൊരു കൂട്ടക്കാർ തന്നെയുണ്ട്. അത് മതിയെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് ഇത് എത്രയോ വ്യക്തമായിട്ട് ഒരുപക്ഷെ ഈ വലിയ ദുരുപദേശത്തിൻ്റെ അപകടം മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മുടെ കർത്താവ് ഈ സത്യം അവിടെ വെളിപ്പെടുത്തി എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കാര്യം, നമ്മുടെ വിഷയത്തേക്കാൾ ഒരു പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഒന്ന് ഓർപ്പിക്കണമെന്ന് ആഗ്രഹിക്കുക. ത്രിയേക ദൈവം എന്നുള്ളത് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായൊരു സത്യമാണ്. ദൈവിക തൃത്വത്തിലുള്ള 3 ആളത്വങ്ങളെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടാണ് ഈ സ്നാനം നടത്തുന്ന കാര്യം ഏൽപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല. എന്നാൽ ഈ തൃത്വനിഷേധികളും ഒക്കെ ധാരാളമുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഈ ഒരു ഒറ്റ വാക്യത്തിൽ തന്നെ ആ ത്രിയേക ദൈവം എന്നുള്ളതായ സത്യം എത്രയോ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഈ ക്ലാസ്സിലുള്ള ബഹുഭൂരിപക്ഷ ആളുകൾക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയാം. സ്നാനപ്പെടാനുള്ള പിള്ളേർക്ക് അറിയാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതെല്ലാവരും മനസ്സിലാക്കി ഉറപ്പിച്ച് ബോധ്യപ്പെടേണ്ടുന്നതായ കാര്യമാണ്. കർത്താവ് പറഞ്ഞു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും, അടുത്ത വാക്ക് എന്താണ്? നാമത്തിൽ. അപ്പോൾ 3 പേരുകൾ പറഞ്ഞിട്ട് നമ്മുടെ കർത്താവ് നാമത്തിൽ എന്ന ഏകവചനത്തിലൂടെ ത്രിയേക ദൈവം എന്നുള്ളതായ ബൈബിളിലെ ഏറ്റവും കാതലായ ഉപദേശ സത്യം ഇവിടെ വ്യക്തമാക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പം അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ആ കൽപ്പനയിൽ ഈ കാര്യം എത്രയോ കൃത്യമായി പറഞ്ഞിരുന്നു എന്നുള്ളതായ സത്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അതോട് ചേർത്ത് ഒരു കാര്യം കൂടി ഞാൻ ഒന്ന് പറയട്ടെ. നമ്മുടെ കർത്താവ് ഒരു കൽപ്പന തരുമ്പോൾ ആ കൽപ്പന ആരുടെയും കൂടെ കൽപ്പനയാണ്? പിതാവിൻ്റെയും കൂടെ കൽപ്പനയാണ്. നമുക്ക് 2 വാക്യങ്ങളൊന്ന് വായിക്കണം. ഒരു വാക്യം യോഹന്നാൻ 17:8, അത് വായിക്കണമെന്നില്ല, നമുക്ക് നല്ല പരിചയമുണ്ട്. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. അപ്പോൾ കർത്താവ് പിതാവിനോട് പറയുക, പിതാവേ, ഞാൻ അവർക്ക് കൊടുത്തത് ഏത് വചനമാണ്? നീ എനിക്ക് തന്ന വചനമാണ്. അപ്പോൾ ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്ന് കർത്താവ് കൽപ്പിക്കുമ്പോൾ ആ കൽപ്പന ആര് കൊടുത്തതാണ്? പിതാവ് കൊടുത്തതാണ്. ചേർത്ത് 2 വാക്യവും നമുക്ക് വായിച്ചു പോകാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 49-ഉം 50-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ യോഹന്നാൻ 17:8 കാണുന്നതായ ആ മനോഹരമായ സത്യം ഇവിടെ ഒന്നുകൂടി ഉറപ്പിക്കപ്പെടുന്നതായിട്ട് കാണുകയാണ്. ഒന്ന് വേഗത്തിൽ വായിച്ചു പോകാം. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. അപ്പോൾ അവിടെ കർത്താവ് പറയുക, അയച്ച പിതാവ് തന്നെ
ഞാൻ ഇന്നത് പറയണമെന്ന് കൽപ്പന തന്നിരിക്കുന്നു. അടുത്ത വാക്യോടെ വായിച്ചവന്, അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളിച്ചതുപോലെ തന്നെ സംസാരിക്കുന്നു. എന്ത് വ്യക്തമായിട്ടാണ് കർത്താവ് പറയുന്നത്? ഞാൻ പറയുന്നത് പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെ കൂടുതൽ സപ്പോർട്ടിങ് വാക്യത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ നമ്മുടെ കർത്താവ് നൽകിയ കൽപ്പനയ്ക്കുള്ളതായ ആ മഹത്വം, ത്രിയേക ദൈവത്തിൻ്റെ ഈ കൽപ്പനയുടെ പിമ്പിലുള്ള ആ അധികാരം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മുടെ കർത്താവ് ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്ന് പറയുമ്പോൾ അതിലടങ്ങിയിട്ടുള്ളതായ ആ കൽപ്പനയുടെ മഹത്വം നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. നാലാമത്തെ പ്രത്യേകത, സ്നാനപ്പെടുത്തുന്നവർക്ക് തുടർന്നുള്ള ഉത്തരവാദിത്വം അതോട് ചേർത്ത് നൽകിയ കൽപ്പനയാണ് സ്നാനം. അത് നമുക്ക് മനസ്സിലായി കാണും. ഇപ്പം കർത്താവ് ഈ കൽപ്പന നൽകുമ്പോൾ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും, പിന്നെ അടുത്ത വാചകം നമുക്ക് കുറച്ചുകൂടെ പരിചയമുള്ളതാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്തണം എന്നുള്ളതായ ആ കൽപ്പന സ്നാനപ്പെടുത്താനുള്ള കൽപ്പനയോട് ചേർന്ന് നൽകിയിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടുന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് പറയുകയാണ്. ഈ കാലത്തൊക്കെ പല ആളുകളും താല്പര്യമുള്ളവർ വന്നാൽ അവരെ അങ്ങ് സ്നാനപ്പെടുത്തി വിടും. അവരെ സ്നാനപ്പെടുത്തി പിന്നെ അവരുടെ വഴിക്ക് തന്നെ, പഴയ വഴിക്ക് തന്നെ പോകും. പിന്നെ ആരെങ്കിലും കാര്യമായ സ്നാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ അവർ ഞാനും സ്നാനപ്പെട്ടതാണ് എന്ന് പറയും. അങ്ങനെ ആളുകളെ സ്നാനപ്പെടുത്താൻ പാടില്ല. കാരണം ഇവിടെ കർത്താവ് ഈ സ്നാനത്തിൻ്റെ കൽപ്പന കൊടുക്കുമ്പോൾ അതോട് ചേർത്ത് ഈ കൽപ്പനയുള്ള അനുസരണം ഒരു തുടക്കമാണ്. പിന്നെ കർത്താവ് ചേർത്ത് തന്നെ പറയുക, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് ശിഷ്യപ്പെടുത്തണം. അപ്പോൾ ശിഷ്യത്വത്തിൻ്റെ വഴിയിൽ പോകാൻ ഒരുക്കമില്ലാത്ത ആളുകളെ സ്നാനപ്പെടുത്തി വിടാനായിട്ട് അനുവാദമില്ല. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ ഗൗരവതരമായിട്ട് ഉൾക്കൊള്ളേണ്ടിയ സത്യമാണ്. ചില ആളുകൾക്ക് അങ്ങനെ സ്നാനപ്പെടുത്തി വിട്ടതിനാൽ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ എത്രയോ അധികമാണ്. ഞങ്ങളിവിടെ പാർക്കുമ്പോൾ തന്നെയുള്ള അങ്ങനെ ഇവിടെ അടുത്തൊക്കെ ചെല്ലുപോയി എവിടെയോ പോയി സ്നാനപ്പെട്ട് വരാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. അവരുടെ പിൽക്കാല ജീവിതം വിശ്വാസ ജീവിതം എന്ന് ഞാൻ പറയുന്നില്ല, വിശ്വാസമില്ലാത്ത ജീവിതമായിരുന്നു. സ്നാനപ്പെട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവർ, എന്തോ ഒരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഈ ദേശത്ത് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് പോയി സ്നാനപ്പെട്ടു. സ്നാനം കഴിഞ്ഞ് വന്നപ്പോൾ പറയുകയാണ്, മറ്റേയാൾ സ്നാനപ്പെടണമെന്ന് ഇവിടെ വെച്ച് തീരുമാനിച്ചില്ലായിരുന്നു, അവിടെ ചെന്നപ്പോൾ സ്നാനപ്പെടണമെന്ന് തീരുമാനിച്ചു, സ്നാനപ്പെട്ടിട്ട് പോകും. ഇങ്ങനെയൊന്നും ആളുകളെ സ്നാനപ്പെടുത്താനായിട്ടുള്ളതായ അനുവാദമില്ല. കാരണം സ്നാനമെന്ന കൽപ്പന ഒരു തുടക്കമാണ്. സ്കൂളിൽ പോകാൻ ഉദ്ദേശിക്കില്ലാത്ത ഒരു കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. സ്കൂളിൽ ചേർത്താൽ അവൻ വിദ്യാർത്ഥിയാകും. പിന്നെ സ്കൂളിൽ പോയില്ല എന്ന് വന്നാൽ ആ വിദ്യാർത്ഥിയെ കൊണ്ട് എന്ത് സാധിക്കാനാണ്? പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കൽപ്പന അങ്ങനെ പരിഹാസ്യമായ നിലയിൽ അനുസരിക്കാനുള്ളതല്ല എന്നുള്ളതായ വലിയ സത്യം ഇവിടെ നമുക്ക് ഗൗരവമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. സ്നാനപ്പെടാനുള്ള കുഞ്ഞുങ്ങളോട് ഞാൻ പറയുകയാണ്, ഇവിടെ കർത്താവ് ഈ സത്യം ചേർത്ത് പറയുമ്പോൾ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്.
നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ കർത്താവ് കൽപ്പിച്ചതൊക്കെയും വരുന്ന ദിവസങ്ങളിൽ പ്രമാണിച്ച് ജീവിക്കുവാൻ നിങ്ങൾക്ക് ഒരുക്കമുണ്ടെങ്കിൽ സ്നാനപ്പെട്ടാൽ മതി. അല്ലെങ്കിൽ സ്നാനപ്പെട്ടിട്ട് പ്രയോജനമില്ല. കഴിഞ്ഞ അനേക വർഷങ്ങൾക്ക് മുമ്പൊക്കെ സ്നാനപ്പെട്ട ആളുകളോട് ഒരു തിരിഞ്ഞുനോട്ടം ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇത് നമ്മുടെ കർത്താവ് രേഖപ്പെടുത്തി തന്നിട്ടുള്ള, കർത്താവ് കൽപ്പിച്ച കാര്യം അതുപോലെ രേഖപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. വർഷങ്ങൾ എത്ര പിന്നിട്ട് നമ്മൾ സ്നാനപ്പെട്ടിട്ട് പിന്നീട് എന്തൊക്കെ കൽപ്പനകൾ പഠിച്ചു, എന്തൊക്കെ കൽപ്പനകൾ അനുസരിച്ചു, ശിഷ്യത്വത്തിൽ നമുക്ക് എത്രത്തോളം വളരാനായിട്ട് സാധിച്ചു. ഇതൊക്കെ വളരെ ഗൗരവമായിട്ട് ഉൾക്കൊള്ളേണ്ടുന്നതായൊരു കാര്യമാണ്. സ്നാനപ്പെട്ട ആളുകൾക്ക് അങ്ങനെ ശിഷ്യത്വത്തിൽ വളരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് ഈ സ്നാനമെന്ന ഉപദേശത്തിൻ്റെ മഹത്വം പോലും മങ്ങിപ്പോകുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട് എന്നുള്ളത് വേദനിപ്പിക്കുന്നതായൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ഇത്രയും പേര് ഒരുമിച്ചിരുന്ന് ഈ സത്യം ചിന്തിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുവാൻ, ഞാൻ സ്നാനപ്പെട്ടു, പിൽക്കാലത്ത് കർത്താവ് കൽപ്പിച്ചതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ അനുസരിച്ച് എൻ്റെ ജീവിതം ശിഷ്യത്വത്തിൽ ഞാൻ ജയാളിയായിരിക്കുന്നു എന്നുള്ളത് പരമാർത്ഥതയോടുകൂടി പരിശോധിക്കേണ്ടതിന് ദൈവാത്മാവ് സമർത്ഥമായിട്ടുള്ള ദൈവകൃപ നൽകട്ടെ. അഞ്ചാമത്തെ കാര്യം, സ്നാനപ്പെടുന്നവർക്കും സ്നാനപ്പെടുത്തുന്നവർക്കും അതിമഹത്തായ സാന്നിധ്യ വാഗ്ദാനം ഈ കൽപ്പനയിൽ ഉണ്ട്. നമ്മുടെ കർത്താവ് നൽകിയിട്ടുള്ള ധാരാളം കൽപ്പനകളുണ്ട്. പക്ഷേ ഈ സാന്നിധ്യ വാഗ്ദത്തം കർത്താവ് നൽകിയ മഹാനിയോഗത്തോട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. എന്താ സാന്നിധ്യ വാഗ്ദത്തം? മത്തായി സുവിശേഷത്തിൻ്റെ ഒടുവിലത്തെ വാചകം എന്താ വാചകം? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഈ ശിഷ്യന്മാർ അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ ആളുകളായിരുന്നു. അവരെ കർത്താവ് ഈ വലിയ ഉത്തരവാദിത്വവും കൽപ്പനയും പിൽക്കാലത്ത് ഒത്തിരി പ്രതികൂലങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതായ ഈ കൽപ്പന അവരിലേക്ക് കൈമാറുമ്പോൾ നമ്മുടെ കർത്താവ് അതോട് ചേർത്ത് പറയുകയാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. സ്നാനപ്പെട്ടാൽ പിന്നെ ഈ വീട്ടിലേക്ക് വരണ്ടെന്ന് എത്രയോ പേരോട് കഴിഞ്ഞ നാടുകളിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്ന എത്രയോ പേരോട് സ്നാനപ്പെട്ടു എന്നുള്ള കാരണം കൊണ്ട് മനോഹരമായ വീട്ടിൽ നിന്ന് ഇറക്കപ്പെട്ട് കിടക്കാൻ സ്ഥലമില്ലാതെ താമസിച്ചിട്ടുള്ള ആളുകൾ നമ്മുടെ ഈ നാട്ടിലുണ്ട്. അങ്ങനെ ഒത്തിരി പേര് ഈ കൽപ്പന അനുസരിക്കേണ്ടതിന് വേണ്ടി വലിയ വില കൊടുക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അന്നൊക്കെ അവരെ പിടിച്ചു നിർത്തിയത് ഈ സാന്നിധ്യ വാഗ്ദത്തമാണ്. എല്ലാവരും കൈവിട്ടാലും കർത്താവിൻ്റെ വാഗ്ദത്തം എത്രയോ വിശ്വസ്തമായിട്ട് നിവർത്തിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ നല്ല സന്തോഷമായി പാടുന്നതായ ഇദ്ധരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്ന് തുടങ്ങുന്നതായ പാട്ട് കർത്താവിൻ്റെ നാമനിമിത്തം വീട്ടിൽ നിന്നിറക്കപ്പെട്ട് ആ കൊച്ചു കുടുംബം ഒരു പൊതുസ്ഥലത്ത് അല്പം ഭക്ഷണം പാകപ്പെടുത്തി കഴിച്ച് ആ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള പാട്ടാണ്. കൂട്ടം വെറുത്തു, കുലവും വെറുത്തു, കൂട്ടുകാരും വെറുത്തു എന്നൊക്കെ പാടുമ്പോഴും കൂട്ടായി തീർന്ന സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വിടാത്തവനാണെന്ന് അവർ ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ധൈര്യപ്പെടുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് ഈ കൽപ്പന കൈമാറുമ്പോൾ ഈ കൽപ്പന അനുസരിക്കുന്നതിന് വഴിത്താരയിൽ നിങ്ങളെ എല്ലാവരും കൈവിട്ടോട്ടെ, കുഴപ്പമില്ല, ഞാൻ കൂടെ ഇരുന്നോളാം എന്ന് കർത്താവ് പറയുകയാണ്. എനിക്ക് ആ വാചകം ഒരു വലിയ പ്രചോദനമാണ്. കാരണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങളെ സൂക്ഷിക്കാനായിട്ട് നിൽക്കുന്ന വഴിത്താരയിൽ എല്ലാവരും കൈവിട്ടാലും കുഴപ്പമില്ല, കർത്താവ് കൂടെ ഇരുന്നാൽ മതി. പക്ഷെ കർത്താവ് കൈവിട്ടിട്ട്
എല്ലാവരും കൂടെ ഇരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദത്തം കഴിഞ്ഞ നാളുകളിൽ എത്രയോ ജീവിതങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. ഈ കൽപ്പനയുള്ള അനുസരണത്തിൽ ധൈര്യപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൽപ്പന കർത്താവ് നൽകുമ്പോൾ തൻ്റെ സാന്നിധ്യ വാഗ്ദത്തം കൊടുക്കുന്നു എന്നുള്ളത് എത്രയോ മനോഹരമായിട്ടുള്ള കാര്യമാണ്. യോഹന്നാൻ 14:23 നമ്മുടെ കർത്താവിൻ്റെ മാളികമുറിയിലെ പ്രസംഗം. അവിടെ കർത്താവ് പറഞ്ഞ ആ വാക്ക് നമുക്കറിയാമല്ലോ. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യാം. സ്നാനത്തിൻ്റെ കൽപ്പനയിൽ മാത്രമല്ല, നമ്മുടെ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ ആ കൽപ്പനയുള്ള അനുസരണത്തിൽ എത്രയോ മനോഹരമായ വാഗ്ദത്തം. കർത്താവ് മാത്രമല്ല, പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യം, എപ്പോഴും നമ്മുടെ കൂടെയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ത്രിയേക ദൈവത്തിൻ്റെ ഹൃദ്യമായ സാന്നിധ്യം കൽപ്പന അനുസരിക്കുന്നവർക്ക് ആസ്വദിക്കുവാൻ സാധിക്കും. ദൈവവചനത്തിലെ കൽപ്പന അനുസരിക്കുന്ന വഴിത്താരയിൽ ഒറ്റപ്പെടുന്നു പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ ആ ബന്ധത്തിൽ നൽകട്ടെ. നമ്മുടെ കർത്താവ് ഈ കൽപ്പന കൈമാറുമ്പോൾ അതോട് ചേർന്ന് നൽകുന്ന ധൈര്യം എത്രയോ മനോഹരമായിട്ടുള്ള ധൈര്യമാണ്. ആറാമത്തെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ പാഠം ഇന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അനുസരണം അടിയന്തിരമായും ആവശ്യപ്പെടുന്ന കൽപ്പന. ഇതുവരെ നമ്മൾ ചിന്തിച്ചതെല്ലാം ആദ്യ സുവിശേഷത്തിൽ കർത്താവ് നൽകിയ കൽപ്പനയോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മാർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ ഇത് ആവർത്തിക്കുന്നുണ്ട്. ആ വേദഭാഗം ഇനി നമ്മൾ വേറെ വിശകലനം ചെയ്യണം എന്ന് വിചാരിക്കുന്നില്ല. ഇവിടെ സ്നാനപ്പെടാനുള്ള കൽപ്പനയാണ്. മത്തായി സുവിശേഷത്തിൽ സ്നാനപ്പെടുത്താനുള്ള കൽപ്പനയാണെങ്കിൽ മർക്കോസ് സുവിശേഷത്തിൽ സ്നാനപ്പെടാനുള്ള കൽപ്പനയാണ്. 16-ാമത്തെ വാക്യം ഞാനങ്ങ് പറയുക സമയം ലാഭിക്കാൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ സ്നാനം വേണ്ടെന്ന് ഈ ഭാഗത്ത് തന്നെ കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. ഒന്നുകൂടി പറയട്ടെ, ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ സ്നാനം വേണ്ടെന്ന് ഇവിടെ തന്നെ വ്യക്തമാക്കുകയാണ്. കാരണം വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പോൾ ആ കാര്യം വ്യക്തമാക്കുമ്പോൾ തന്നെ നമ്മുടെ കർത്താവ് ആദ്യത്തെ കാര്യം ചേർത്ത് പറഞ്ഞിരിക്കുക. എന്ത്? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ. അപ്പോൾ ഇവിടെ നമ്മളൊരു വലിയ സത്യം കാണുന്നത്, ഈ കൽപ്പന കൈമാറുമ്പോൾ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നതിനോട് ചേർന്ന് അനുസരിക്കേണ്ട, അടിയന്തിരമായും അനുസരിക്കേണ്ട കൽപ്പനയാണ് സ്നാനം എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രവൃത്തികളുടെ പുസ്തകത്തിലെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഈ രക്ഷിക്കപ്പെട്ടവരെല്ലാവരും ഉടനെ തന്നെ സ്നാനപ്പെട്ടിട്ടുണ്ട്. സ്നാനത്തെക്കുറിച്ച് പഠിക്കാനായിട്ടൊരു 10 മാസം അങ്ങനെയൊന്നും ഒരു പ്രമാണം ഇല്ല. ഒരല്പം വൈകിയ സ്നാനം ഉണ്ട്. അതാരുടെ സ്നാനമാണ്? അപ്പോസ്തലനായ പൗലോസിൻ്റെ സ്നാനമാണ്. അദ്ദേഹം നിലത്ത് വീണു, അവിടുന്ന് സഹായത്താൽ നേർവീതിയിലെത്തി. ആ വീട്ടിൽ കഴിഞ്ഞ 2 ദിവസങ്ങൾ വളരെ പ്രത്യേകമായ ദിവസങ്ങളായിരുന്നു. അതിൻ്റെ വിശദീകരണം ഞാൻ പറയേണ്ട ആവശ്യമില്ല. കണ്ണ് കാണാതിരുന്ന ദിവസങ്ങൾ. പിന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അവിടെ അനന്യാസിനോട് കർത്താവ് പറയുന്നുണ്ട്. ഓർക്കുന്നുണ്ടോ എന്താണെന്ന്? അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വാക്ക് ഞാൻ കഴിഞ്ഞ മാസത്തിൽ ആസ്വദിക്കാനിടയായി തീർന്നതായൊരു വാക്യമാണ്. കണ്ണ് കാണാൻ പാടില്ലാതെയും
ഒന്നും വായിക്കാൻ പറ്റാതെയും ഒക്കെ ഇരുന്ന ചില ദിവസങ്ങൾ. അന്ന് ഞാൻ ഈ വാക്യം എത്രയോ ആസ്വദിച്ചു എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്. അപ്പോൾ അന്ന് ഞാൻ ഓർത്തൊരു കാര്യമാണ്, പ്രാർത്ഥിക്കാൻ പറ്റിയ സമയമാണ്. അങ്ങനെ അത് പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ദൈവം എനിക്കൊരവസരം തന്നു എന്നുള്ളത് ഇന്ന് ഈ വചനം പറയുമ്പോഴൊരു പ്രചോദനമായിട്ട് ഇരിക്കുകയാണ്. ശൗലിൻ്റെ സ്നാനമാണ് 2-3 ദിവസം ഒന്ന് വൈകിയതായ സ്നാനം. അപ്പോൾ അവിടെ ഞാനിങ്ങനെ പറയട്ടെ, സ്നാനം വൈകുകയാണെങ്കിലും ഇങ്ങനെയൊക്കെ ഇരുന്ന് വൈകിയാൽ കുഴപ്പമില്ല, അല്ലാതെ വൈകരുത്. പക്ഷെ നമ്മിൽ പലർക്കും അങ്ങനെ സ്നാനപ്പെടാൻ ഭാഗ്യമുണ്ടായവരല്ല. നമ്മൾക്ക് വിശ്വാസവശാത്ത് ജനിച്ചു വളർന്നവരും സ്നാനപ്പെട്ട ശേഷം സാക്ഷ്യം പറഞ്ഞ ശേഷം പിന്നീട് ഒത്തിരി വൈകി സ്നാനപ്പെടാനൊക്കെ അവസരം കിട്ടിയ ആളുകളാണ്. സാക്ഷ്യം പറഞ്ഞ ശേഷം പിന്നീട് വൈകുന്നതിന് നമ്മൾ ഉത്തരവാദികളല്ല. ഞാൻ തന്നെ 6 പ്രാവശ്യം സ്നാനത്തിന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. കാര്യമായ കാരണമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ അത് സ്നാനം സഭ നടത്താനായിട്ട് സമയം വൈകാനിടയായിട്ട് തീർന്നു. ആ വൈകലിന് ഞാൻ ഉത്തരവാദിയല്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ സദസ്സിൽ രക്ഷിക്കപ്പെട്ടു നല്ല ബോധ്യമുള്ള പിള്ളേരുണ്ടോ? ആളില്ലാരെങ്കിലും ഇതുവരെ സ്നാനത്തിന് സാക്ഷ്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി വൈകരുത്. കാരണം നമ്മളെല്ലാം ഈ ഇതിൽ അപ്പസ്തോലിക ഉപദേശത്തിലേക്കും പ്രമാണത്തിലേക്കുമാണ് മടങ്ങിപ്പോകുന്നത്. കാരണം നമ്മൾ ദൈവവചനത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് 10 വർഷം മുമ്പുണ്ടായിരുന്ന അനുഭവത്തിലേക്കല്ല. സുവിശേഷം ഈ നാട്ടിൽ വന്നപ്പോൾ 100 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ നല്ല കാലത്തിലേക്കല്ല നമ്മൾ മടങ്ങിപ്പോകുന്നത്. നമ്മൾ മടങ്ങിപ്പോകുന്നത് അപ്പോസ്തലിക കാലത്തിലേക്കാണ്. കാരണം ആ 30 വർഷത്തെ ചരിത്രം എത്രയോ മനോഹരമായ ചരിത്രമാണ്. ഇന്ന് നമ്മൾ സഭയായി ശരിയായി പോകാൻ ആഗ്രഹിക്കുമ്പോൾ 100 വർഷം മുമ്പ് സുവിശേഷം ഇവിടെ വന്നപ്പോൾ നമ്മുടെ സഭകൾക്കുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെയോ എഴുതപ്പെട്ട തിരുവെഴുത്തുകൾ നമുക്ക് തന്നിട്ടുള്ള അപ്പോസ്തലിക മാതൃകയിലേക്ക് നമ്മൾ മടങ്ങിപ്പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ഈ ക്ലാസ്സിൽ പറയാനായിട്ട് ആവശ്യമില്ല, സമയമില്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ കർത്താവ് ഈ കൽപ്പന നൽകുമ്പോൾ താമസിയാതെ അടിയന്തരമായും അനുസരിക്കേണ്ടതായ കൽപ്പനയായിട്ടാണ് നൽകി. എന്ത് മഹത്തരമായ കൽപ്പനയാണിത്! ഈ കൽപ്പനയെ അവഗണിക്കുന്നത് എത്രയോ ഭയങ്കരമാണ്, എത്ര ഗൗരവതരമായിട്ടുള്ളതായ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വലിയ സത്യം ഉൾക്കൊള്ളത്തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ കൽപ്പനകളെ നമുക്ക് അതിനെ കാണേണ്ടതുപോലെ കാണുവാൻ, വിലമതിക്കുവാൻ, അതിനുള്ള അടിയന്തരമായ അനുസരണം സൂക്ഷിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം കെട്ടുപണിയുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ ഈ വചനശുശ്രൂഷ ഉപസംഹരിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.